നമ്മുടെ കുഞ്ഞനുജനായ 1.5 വയസ്സുകാരൻ മുഹമ്മദിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി 7 ദിവസം കൊണ്ടാണ് മലയാളികൾ 18 കോടി രൂപ സമാഹരിച്ചത്. നമുക്കറിയാം, വളരെ അപൂർവമായ ഒരു ഗുരുതര രോഗമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്നത്. പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന ജനിതക രോഗമാണിത്. ഈ കോവിഡ് കാലത്തും കേരളം കണ്ട കരുതലിൻ്റെ ഉദാഹരണമാണ് ഈ 18 കോടി രൂപ സമാഹരിച്ചത്. നമ്മുടെ മുന്നിലേക്ക് വീണ്ടും ഒരു ചലഞ്ച് വരികയാണ്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയായ ഇമ്രാൻ മുഹമ്മദ് എന്ന വെറും 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഇതേ രോഗം ബാധിച്ച് 3 മാസത്തോളമായി വെന്റിലേറ്ററിൽ കഴിയുകയാണ്. നമ്മുടെ കേരളത്തിലെ 3 കോടി ജനങ്ങളിൽ 18 ലക്ഷം പേര് വെറും 100 രൂപ വീതം കൊടുത്താൽ തന്നെ നമുക്ക് ഈ വലിയ തുക പെട്ടെന്ന് തന്നെ സമാഹരിക്കാൻ പറ്റും. കണ്ണൂരിലെ അഫ്രയെയും കുഞ്ഞനിനെയും വേണ്ടി കൈകോർത്ത് നമുക്ക് ഇമ്രാന് വേണ്ടിയും ഈ ചലഞ്ച് ഏറ്റെടുക്കാം. ഒരു ഡോസ് മരുന്നിന് 18 കോടി രൂപയാണ് വില. 2 വയസ്സിന് മുമ്പ് ഒറ്റത്തവണ മരുന്ന് കുത്തിവെച്ചാൽ 90% രോഗവും ഭേദമാക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, എത്ര പണമാണ് നമ്മൾ അനാവശ്യമായി കളയുന്നത്? ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ആഴ്ചയിൽ എത്ര പണം നമ്മൾ വെറുതെ കളയുന്നുണ്ട്? പുകവലിച്ചും മദ്യപിച്ചുമൊക്കെ നമ്മൾ എത്രയോ പണം വെറുതെ കളയുന്നുണ്ട്. നമ്മൾ മലയാളികൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഇമ്രാനെയും നമുക്ക് രക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയോ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മാറ്റിവെച്ച പണത്തിൽ നിന്ന് ഒരു 100 രൂപയെങ്കിലും ഇമ്രാന് കൊടുത്തുകൂടെ? നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. നമുക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിന് അകത്തും പുറത്തുമുള്ള മലയാളികൾ മുഹമ്മദിന് വേണ്ടി വെറും 7 ദിവസം കൊണ്ട് 18 കോടി സമാഹരിച്ചതുപോലെ ഇമ്രാന് വേണ്ടിയും നമുക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാം. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. കുട്ടിയുടെ ഉപ്പാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പറ്റുന്നവരൊക്കെ അക്കൗണ്ടിൽ കഴിയുന്ന പണം കൊടുത്ത് സഹായിക്കണം. ഈ കുഞ്ഞുമോനും 18 കോടി രൂപ എത്രയും പെട്ടെന്ന് സമാഹരിക്കാൻ പറ്റട്ടെ.